വേറെ നിവൃത്തിയില്ലാതായപ്പോൾ ഇന്ത്യ ഒരു കള്ളക്കടത്തുകാരനായി മാറിയോ? ലോകം ഇന്ന് രഹസ്യമായി ഇന്ത്യയെ വിളിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ സ്മഗ്ലർ എന്നാണോ? ഇന്ത്യ കടത്തുന്നത് ചില്ലറ കമ്മോഡിറ്റിയല്ല, ഡയമണ്ട്സ് ആണ്. അതും ഇന്ത്യൻ സർക്കാരിൻ്റെ എല്ലാവിധ ആശീർവാദത്തോടെയും. ചുരുങ്ങിയ പക്ഷം അങ്ങനെയാണ് ലോകം ആരോപിക്കുന്നത്. റഷ്യയിൽ സൈബീരിയയിലെ സഖ റിപ്പബ്ലിക്കിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രത്നഖനികൾ ഉള്ളത്. റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ സ്വന്തം കമ്പനിയായ അൽറോസയാണ് ഈ രത്നം മുഴുവൻ കുഴിച്ചെടുക്കുന്നതും. ഇവ പോളിഷ് ചെയ്ത് കട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ ഗുജറാത്തിലെ സൂററ്റിലും. ഭൂമിയിൽ വിറ്റുപോകുന്ന 10 രത്നങ്ങളിൽ 9ഉം കട്ട് ചെയ്തെടുക്കുന്ന നമ്മുടെ സൂററ്റിൽ. ലോകത്തിലെ ഡയമണ്ട് മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് റഷ്യൻ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള അൽറോസ എന്ന കമ്പനിയാണ്. ആഗോളതലത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വജ്രത്തിൻ്റെ ഏകദേശം 28% മുതൽ 30% വരെ റഷ്യയിൽ നിന്നാണ് വരുന്നത്. ഈ വജ്രശേഖരത്തിൻ്റെ ഹൃദയഭാഗവുമുള്ളത് സൈബീരിയയിലെ യാക്കൂറ്റിയയിലെ അതിശൈത്യ മേഖലയിലാണ്. 1 ബില്യൺ വർഷം വരെ പഴക്കമുള്ള ലോകത്തിലെ ഒന്നാംകിട വജ്രങ്ങളാണ് റഷ്യ ഇവിടെ നിന്നും കുഴിച്ചെടുക്കുന്നത്. റഷ്യൻ ഫെഡറേഷനും യാക്കൂറ്റിയ റിപ്പബ്ലിക്കും സംയുക്ത ഉടമസ്ഥാവകാശം പങ്കിടുന്ന കമ്പനിയാണ് അൽറോസ. 1950കളിൽ സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ സ്വന്തം ഡയമണ്ട് മൈനുകൾ കണ്ടെത്താൻ നടത്തിയ ദൗത്യങ്ങളുടെ ഫലമായിരുന്നു ഈ വജ്ര സാമ്രാജ്യം. 2026 കണക്കുകൾ പ്രകാരം വർഷം തോറും 26 മില്യൺ ക്യാരറ്റ് ഡയമണ്ട്സ് അൽറോസ ഖനനം ചെയ്യുന്നുണ്ട്. യാക്കൂട്ടിയയിലെ ഖനികൾ വെറും കുഴികളല്ല, മനുഷ്യനിർമ്മിത അത്ഭുതങ്ങളാണ്. ഉദാഹരണത്തിന് കൂട്ടത്തിലെ മിർ മൈൻ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കുഴിയാണ്. 525 മീറ്ററാണ് അതിൻ്റെ ആഴം, 1.25 കിലോമീറ്റർ വീതിയും. ഈ കുഴിക്ക് മുകളിലൂടെ ഹെലികോപ്റ്ററുകൾ പറക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഖനിയുടെ ഭീമാകാരമായ വലിപ്പം കാരണം വായുവിലുണ്ടാകുന്ന മർദ്ദ വ്യത്യാസം ഹെലികോപ്റ്ററുകളെ താഴേക്ക് വലിച്ചെടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണിത്. 1955 കണ്ടെത്തിയ ഈ ഖനിയിൽ നിന്ന് പണ്ട് വർഷത്തിൽ 10 മില്യൺ ക്യാരറ്റ് ഡയമണ്ട് ലഭിച്ചിരുന്നു. നിലവിലിവിടെ ഓപ്പൺ പിറ്റ് നിർത്തി അണ്ടർഗ്രൗണ്ട് മൈനിങ് ആണ് നടക്കുന്നത്. അൽറോസയുടെ ഉഡാഷ്നി മൈൻ ആർട്ടിക് സർക്കിളിനോട് ചേർന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ പിറ്റ് മൈൻ. അൽറോസയുടെ ഏറ്റവും പുതിയ ഖനന മേഖലയാണ് നൂർബ മൈൻസ്. നൂർബിൻസ്കായ, ബോട്ടോബിൻസ്കായ എന്നീ 2 പ്രധാന പൈപ്പുകളിൽ നിന്നാണ് ഇവിടെ വജ്രം ലഭിക്കുന്നത്. ഇവിടുത്തെ വജ്രങ്ങൾക്ക് ലോകത്തെമ്പാടും വലിയ ഡിമാൻഡാണ്. അൽറോസയുടെ ഖനികളിൽ നിന്ന് മിക്കപ്പോഴും 100 ക്യാരറ്റിലധികം ഭാരമുള്ള വജ്രങ്ങൾ ലഭിക്കാറുണ്ട്. 2023 മാത്രം 390 ക്യാരറ്റ് ഭാരമുള്ള ഒരു വലിയ വജ്രം ഇവിടുത്തെ ഖനിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. മിർനി സിറ്റി പൂർണ്ണമായും ഈ വജ്രഖനിക്ക് ചുറ്റുമായി നിർമ്മിക്കപ്പെട്ടതാണ്. നഗരവാസികളിൽ പകുതിയിലധികവും അൽറോസയിലെ ജീവനക്കാരുമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ലോകത്തിൽ വിൽക്കുന്ന 10ൽ 9 വജ്രങ്ങളും പോളിഷ് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഗുജറാത്തിലെ സൂററ്റിലാണ്. ആ നഗരത്തിൽ 15 ലക്ഷം മനുഷ്യരാണ് ഡയമണ്ട് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നത്. റഷ്യ ഉൽപ്പാദിപ്പിക്കുന്ന ചെറുതും അതീവ പ്രിസിഷൻ വേണ്ടതുമായ സ്റ്റോൺസ് കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യൻ തൊഴിലാളികൾ ലോകത്ത് 1-ാം തരമാണ്. റഷ്യയുടെ അൽറോസ എന്നു മുതൽ സൈബീരിയയിൽ ഖനനം തുടങ്ങിയോ അന്നു മുതൽ കല്ലുകൾ മുഴുവൻ എത്തുന്നത് സൂററ്റിലേക്കാണ്. മണ്ണുപുരണ്ട വജ്രക്കല്ലുകളെ സൂററ്റ് ചെത്തിമിനുക്കി കോടികളുടെ പ്രൊഡക്റ്റാക്കുന്നു. സൂററ്റ് അല്ലാതെ റഷ്യയ്ക്ക് അതിൻ്റെ അസംസ്കൃത കല്ലുകൾ വിൽക്കാവുന്ന രത്നങ്ങളാക്കി മാറ്റാൻ മറ്റൊരു മാർഗവുമില്ല. 2014 ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് അൽറോസയും ഇന്ത്യൻ കമ്പനികളും തമ്മിൽ നേരിട്ടുള്ള വ്യാപാരത്തിന് തീരുമാനമായത്. തുടർന്ന് ഇരു നേതാക്കളും ഒപ്പിട്ട കരാറുകൾ പ്രകാരം 2015 ജനുവരി മുതൽ അൽറോസയുടെ രത്നക്കല്ലുകൾ സൂററ്റിലെയും മുംബൈയിലെയും പ്രധാന ഡയമണ്ട് കട്ടിംഗ് കമ്പനികളിലേക്ക് എത്തി തുടങ്ങി. മോഡിയും പുടിനുമായുള്ള കരാറിന് മുമ്പ് റഷ്യൻ വജ്രങ്ങൾ ബെൽജിയത്തിലെ ആന്റ്വെർപ്പ് വഴിയോ ദുബായ് വഴിയോ ആണ് ഇന്ത്യയിൽ എത്തിയിരുന്നത്. എന്നാൽ 2015 കരാറോടെ സൂററ്റിലെ 12 പ്രധാന കമ്പനികൾ അൽറോസയുടെ നേരിട്ടുള്ള ഇടപാടുകാരായി. ഈ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി 2018 അൽറോസ മുംബൈയിലെ ഭാരത് ഡയമണ്ട് ബോർഡ്സിൽ തങ്ങളുടെ ആദ്യത്തെ ഇന്ത്യൻ ഓഫീസ് തുറന്നു. കാര്യങ്ങളങ്ങനെ സുഗമമായി പോകുന്നതിനിടയ്ക്കാണ് 2022 ഫെബ്രുവരി 24 റഷ്യ ഉക്രൈനിലേക്ക് അധിനിവേശം നടത്തി ഒരു ഫുൾ സ്കെയിൽ വാർ ആരംഭിച്ചത്. എല്ലാം തകിടം മറിഞ്ഞു തുടങ്ങിയതും അവിടെയാണ്. അധിനിവേശത്തിൽ പ്രകോപിതരായ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നാറ്റോയും റഷ്യക്കെതിരെ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. റഷ്യൻ ഡയമണ്ടിന് ഘട്ടം ഘട്ടമായുള്ള നിരോധനം നടപ്പാക്കി. ഇന്ത്യ റഷ്യ ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടായി. തുടക്കത്തിൽ ഉപരോധങ്ങളെല്ലാം റഷ്യയിൽ നിന്നുള്ള നേരിട്ടുള്ള ഇറക്കുമതിയെ മാത്രമേ ലക്ഷ്യമിട്ടിരുന്നുള്ളൂ. പക്ഷേ ഡയമണ്ട്സിന്റെ കാര്യത്തിൽ റഷ്യയുടെ കുത്തക അറിയാമായിരുന്ന അമേരിക്ക
2024 G7 ഉച്ചകോടിയിൽ പരോക്ഷ നിരോധനം എന്ന ആശയം അവതരിപ്പിച്ചു. അതായത് ഇന്ത്യ അടക്കം ഏത് രാജ്യത്തു നിന്ന് വന്നാലും ഡയമണ്ട് റഷ്യനാണോ അതിന് ഉപരോധം ബാധകമാണ്. അമേരിക്കയുടെ നിർദ്ദേശം G7 അംഗീകരിച്ചു. 2025 അവസാനത്തിലും 2026 തുടക്കത്തിലും 0.5 കാരറ്റിന് മുകളിലുള്ള ഏതൊരു ഡയമണ്ടും G7 രാജ്യങ്ങളിലെ മാർക്കറ്റിൽ പ്രവേശിക്കുന്നതിന് അത് റഷ്യയിൽ നിന്ന് ഉത്ഭവിച്ചതല്ല എന്നതിന് തെളിവുണ്ടാകണം. ട്രേസബിലിറ്റി പ്രോട്ടോകോൾ നടപ്പാക്കിയ അമേരിക്ക എല്ലാ കല്ലുകളുടെയും ഉത്ഭവം തെളിയിക്കാൻ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ഡയമണ്ട് പാസ്പോർട്ടുകൾ സ്വീകരിക്കാൻ ഇന്ത്യൻ നിർമ്മാതാക്കൾ നിർബന്ധിതരായി. ട്രേസബിലിറ്റി പ്രോട്ടോകോളും ഡയമണ്ട് പാസ്പോർട്ടും പ്രാബല്യത്തിൽ വന്നതോടെ 2026 തുടക്കത്തിൽ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ വജ്രങ്ങളുടെ നേരിട്ടുള്ള ഇറക്കുമതി ഇടിഞ്ഞു. $1 ബില്യണിൽ നിന്ന് $400 മില്യൺ ഇടിവ്. ഇന്ത്യക്കും റഷ്യയ്ക്കും എന്തെങ്കിലും വഴി കണ്ടെത്തിയേ മതിയാകുമായിരുന്നുള്ളൂ. അങ്ങനെയാണ് അവർ ഇന്ന് ഇന്ത്യയുടെ കള്ളക്കടത്ത് എന്ന ലോകം ആരംഭിക്കുന്ന ഗ്രേ മാർക്കറ്റ് തിയറിയിലേക്ക് കടന്നത്. ആദ്യം ചെയ്തത് അമേരിക്കയുടെ സമ്മർദ്ദത്തിനിടയിലും റഷ്യൻ വജ്രങ്ങൾക്ക് ഇന്ത്യ ഉപരോധം ഏർപ്പെടുത്തിയില്ല എന്നതാണ്. തൽക്കാലം ഇന്ത്യൻ കസ്റ്റംസ് നിയമപ്രകാരം റഷ്യയുടെ അൽറോസിൽ നിന്ന് കല്ലുകൾ ഇറക്കുമതി ചെയ്യുന്നത് തികച്ചും നിയമപരമാണെന്ന് നരേന്ദ്രമോദി തന്നെ നേരിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ അതുകൊണ്ടായില്ലല്ലോ. ഇന്ത്യക്ക് ഉപരോധമില്ലെങ്കിലും G7 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും റഷ്യൻ ഡയമണ്ട്സ് നിരോധിച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് കല്ലുകൾ സൂററ്റിലേക്ക് കൊണ്ടുവന്ന് ചെത്തിമിനുക്കി ഒന്നാംകിട ഡയമണ്ട് ആക്കിയാലും അത് വാങ്ങാൻ ശേഷിയുള്ള ഒന്നാം ലോക രാജ്യങ്ങൾ അവരുടെ രാജ്യത്ത് അതിനെ പ്രവേശിപ്പിക്കില്ല. കൊണ്ടുവന്നത് ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉറവിടം റഷ്യയാണല്ലോ. അങ്ങനെയാണ് ഇന്ത്യ തങ്ങളുടെ എണ്ണ മാഫിയ സ്റ്റൈൽ സൂററ്റിലെ ഡയമണ്ട്സ് ഇറക്കുമതിയിലും നടപ്പാക്കിയത്. അതായത് റഷ്യൻ ക്രൂഡ് ഓയിലിനും ഇത്തരത്തിൽ ഉപരോധമുണ്ടായിരുന്നു. ഇന്ത്യയും റഷ്യയും ചെയ്തത് ഒരു ഷാഡോ ഫ്ലീറ്റ് ഉണ്ടാക്കി എണ്ണ കൊണ്ടുവരികയായിരുന്നു. കള്ളക്കടത്ത് കപ്പലുകളുടെ ഒരു വ്യൂഹം. പുറംകടലിൽ വെച്ച് റഷ്യൻ ക്രൂഡ് ഇന്ത്യൻ കപ്പലുകളിലേക്ക് കൈമാറും. അപ്പോൾ മുതൽ അത് ഇന്ത്യയുടെ എണ്ണയാണ്. അമേരിക്കയ്ക്കോ നാറ്റോയ്ക്കോ കപ്പലുകൾ തടയാനാകില്ല. റഷ്യൻ മാഫിയയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയെ സഹായിച്ചതെന്ന് അന്ന് വിവാദങ്ങളുണ്ടായിരുന്നു. അതേ രീതി ഡയമണ്ട്സിലും ഇന്ത്യ പരീക്ഷിച്ചു. ദുബായ് ലൂപ്പ് എന്നാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ ഓപ്പറേഷൻ അറിയപ്പെട്ടത്. റഷ്യൻ ഡയമണ്ട്സ് ആദ്യം ദുബായിലേക്ക് വരുന്നു. അവിടെ അവ ആഫ്രിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള കല്ലുകളുമായി ഇടകലർത്തുന്നു. ഇന്ത്യയിലെ സൂററ്റിലെത്തുമ്പോഴേക്കും കല്ലുകളുടെ സോഴ്സ് മിക്സഡ് എന്നാണ് കാണിക്കുക. നാറ്റോയുടെ കസ്റ്റംസിന് കല്ലുകൾ റഷ്യനാണെന്ന് തെളിയിക്കാൻ പ്രയാസമാകും. റഷ്യൻ വജ്രങ്ങൾ പലപ്പോഴും വളരെ ചെറുതാണ്. ഒരു ബാഗിൽ ആയിരക്കണക്കിന് ചെറിയ കല്ലുകളുടെ സോഴ്സ് കണ്ടെത്തുന്നത് അവിശ്വസനീയമാം വിധം ബുദ്ധിമുട്ടാണ്. G7 നിയമങ്ങൾ 0.5 കാരറ്റിന് മുകളിലുള്ള കല്ലുകളിൽ മാത്രമാണ്. അതിനാൽ നിരവധി ചെറിയ റഷ്യൻ കല്ലുകൾ ഇപ്പോഴും സിസ്റ്റത്തിലൂടെ ശ്രദ്ധിക്കപ്പെടാതെ ഒഴുകുന്നു. പക്ഷേ അപ്പോഴും മറ്റൊരു കീറാമുട്ടിയുണ്ട്: പേയ്മെൻറ്റ്സ്. പണം കൊടുക്കുന്നതും വാങ്ങുന്നതും അമേരിക്ക ട്രാക്ക് ചെയ്തേക്കും. അതിനും ഇന്ത്യ വഴി കണ്ടെത്തി. റഷ്യയ്ക്ക് ഇന്ത്യൻ കമ്പനികൾ പണം കൊടുക്കുന്നത് ഡോളറിലല്ല, റൂബിളിലാണ്. സ്ബെർബാങ്ക്, VTB പോലുള്ള റഷ്യൻ ബാങ്കുകൾ ഇന്ത്യൻ ബാങ്കുകളിൽ സ്പെഷ്യൽ റുപ്പി വോസ്ട്രോ അക്കൗണ്ടുകൾ തുറന്നു. ഇന്ത്യൻ ഡയമണ്ട് ഇറക്കുമതിക്കാർ റഷ്യൻ കറൻസിക്ക് തുല്യം നിൽക്കുന്ന ഇന്ത്യൻ രൂപയിൽ സെറ്റിൽ ചെയ്യും. തുടർന്ന് റഷ്യ ഈ രൂപ ഉപയോഗിച്ച് ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെങ്കിൽ മെഷീനറി പോലുള്ള ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങുകയോ ഇന്ത്യൻ സർക്കാർ ബോണ്ടുകളിൽ തിരികെ നിക്ഷേപിക്കുകയോ ചെയ്യും. ആഗോള സ്വിഫ്റ്റ് ബാങ്കിംഗ് സംവിധാനത്തിന് ഇത് ട്രേസ് ചെയ്യാനാവില്ല. ഇതൊരു നിയമപരമായ സാമ്പത്തിക പരിഹാരമാണ്, ഒരു കുറ്റകൃത്യമല്ല. പക്ഷേ റഷ്യയോട് ചൊരുക്കുള്ള പാശ്ചാത്യ ലോകത്തെ നിരാശപ്പെടുത്തുന്നതുമാണ്. ഇത് അമേരിക്ക മണത്തറിഞ്ഞു. അവിടെ ഇന്ത്യ രണ്ടാമത്തെ സ്ട്രാറ്റജി പുറത്തെടുത്തു. നിർബന്ധിത ബ്ലോക്ക് ചെയിൻ ട്രാക്കിംഗ് നടത്താൻ G7 സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിയപ്പോൾ ഇന്ത്യൻ കമ്പനികൾ ഓരോ വജ്രത്തിനും ഒരു ഡിജിറ്റൽ ജനന സർട്ടിഫിക്കറ്റ് നൽകി. അതും വ്യാജം. പക്ഷേ ഇന്ത്യൻ അധികാരികൾ കണ്ണടച്ചു. ചെറുകിട ബിസിനസ്സുകൾക്ക് ബ്ലോക്ക് ചെയിൻ ട്രാക്കിംഗ് വളരെ ചെലവേറിയതാണെന്ന് വാദിച്ച് ഇന്ത്യ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു ട്വിൻ ഹെഡ് അഥവാ ഇരട്ടത്തലയൻ വിൽപ്പന കൊണ്ടുവന്നു. സൂററ്റിലെ ഫാക്ടറികൾ അമേരിക്കൻ വിപണിക്കായി സർട്ടിഫൈഡ് നോൺ റഷ്യൻ കല്ലുകൾ ഉപയോഗിച്ച് മാത്രമേ പ്രവർത്തിക്കൂ. മറ്റുള്ളവ ചൈനീസ്, ഇന്ത്യൻ, മിഡിൽ ഈസ്റ്റേൺ വിപണികൾക്കായി റഷ്യൻ കല്ലുകളും ഉപയോഗിക്കുന്നു. പക്ഷേ ആർക്ക് ഏത് കല്ല് കൊടുക്കണമെന്ന് ഇന്ത്യ തീരുമാനിക്കും. ഈ ഡയമണ്ട് റഷ്യൻ അല്ലെന്ന് ഇന്ത്യ പറഞ്ഞാൽ ആഗോള മാർക്കറ്റിൽ ആ കല്ല് റഷ്യൻ അല്ല. വെറുതെയല്ല ലോകത്തിലെ ഏറ്റവും വലിയ കള്ളക്കടത്ത് ഡോൺ ഇന്ത്യയാണെന്ന് G7 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആരോപിക്കുന്നത്. റഷ്യയ്ക്ക് നേരെയുള്ള ലോകത്തിൻ്റെ ഡയമണ്ട്സ് ഉപരോധം ചില പോസിറ്റീവ് ഇമ്പാക്റ്റുകളും ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഉപരോധത്തിൻ്റെ ആദ്യ നാളുകളിൽ റഷ്യൻ കല്ലുകൾ കിട്ടാതായപ്പോൾ സൂററ്റിലെ നിരവധി ഫാക്ടറികൾ അടച്ചുപൂട്ടിയിരുന്നു. അവിടെ വീണ്ടും കേന്ദ്ര സർക്കാർ ഇടപെട്ടു. ലാബ് ഗ്രോൺ വജ്രങ്ങളിലേക്ക് മാറാൻ സർക്കാർ രത്നവ്യാപാരികളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ സൂററ്റിലെ 50-ലേറെ ഡയമണ്ട് ഫാക്ടറികൾ ലാബ് ഗ്രോൺ വജ്രങ്ങളിലേക്ക് തിരിഞ്ഞു. കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന വജ്രങ്ങൾ. ഇന്ന് റിയാക്ടറുകളിൽ വജ്രങ്ങൾ വളർത്തുന്നതിൽ ഇന്ത്യ ആഗോള നേതാവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സിന്തറ്റിക് വജ്ര നിർമ്മാതാക്കൾ. നിങ്ങൾ റഷ്യയുമായി ചേർന്ന് ഡയമണ്ട് കള്ളക്കടത്ത് നടത്തുകയല്ലേ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചോദിച്ചാൽ അത് ഞങ്ങളുടെ അതിജീവനമാണെന്ന് ഇന്ത്യ മറുപടി പറയും. ഉക്രൈൻ അധിനിവേശത്തിൻ്റെ ജിയോ പൊളിറ്റിക്സ് എന്തായാലും കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്, കുറേ നാൾ കൂടി അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും.